അല്ല അതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല, ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നല്ല. അപ്പം ഡോക്ടറിന് പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ആക്ച്വലി ഞാൻ അന്ന് തൃശ്ശൂരിലായിരുന്നു PG കോച്ചിങ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് അന്ന് പോകണമെന്നില്ലായിരുന്നു. ട്രിവാൻഡ്രം ഈ പറഞ്ഞ കണക്ക് അന്ന് ഇപ്പോഴത്തെ കണക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല. എല്ലാവരും ഡൽഹിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഡൽഹിയിൽ എനിക്ക് പോകാനുള്ള ഒരു അവസ്ഥ അല്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് നോക്കിയിട്ടാണ് ഈ പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നമ്മളുടെ ഈ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന. പിന്നെ അറ്റ്മോസ്ഫിയർ, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലോട്ടായിരുന്നു ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി നമുക്കൊരു ആവശ്യം എന്ന് പറയുന്നത് പഠനത്തിനൊരു നമ്മളെ ഡയറക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ വേണം. ആ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് അവിടെ